പ്രിയാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് അറിയാതെയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിന് ആധാരഭൂതമായിരിക്കുന്നത് എന്തോ അതിനെക്കുറിച്ച് നാം ഒന്നും തന്നെ ആരായുന്നില്ല, അറിയാനുള്ള ആഗ്രഹവും ഇല്ല. നാം ജനിച്ചു, അതുകൊണ്ടങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷേ അതല്ല വേണ്ടത്. എന്തിനു വേണ്ടിയാണ് നാം ജനിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം? എന്തറിഞ്ഞാൽ നാം കൃതാർത്ഥരായിത്തീരും? നമ്മുടെ ജന്മം സഫലമാകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണ്ടേ? ആ അറിവ് നേടിയാൽ അല്ലേ നമുക്ക് കൃതാർത്ഥതയുണ്ടാകൂ? അതിനാൽ ആ രണ്ട് കാര്യത്തെക്കുറിച്ച് നമുക്കറിയണം. സത്ത് എന്താണ്, അസത്ത് എന്താണ്, നിത്യമേതാണ്, അനിത്യമേതാണ്, ആത്മാവെന്താണ്, അനാത്മാവെന്താണ്, ഇതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഈ പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ട ഈ ശരീരം ആദ്യവും അവസാനവും ഉള്ളതാണ്. ഇത് മാറ്റത്തിന് വിധേയമാണ്. എന്നാൽ ഈ ശരീരത്തെ ഉണ്ടാക്കിയതും ഇതിനെ അനുനിമിഷം മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും മാറ്റമില്ലാത്ത, ആദ്യവും അന്ത്യവും ഇല്ലാത്തതായ ഏതോ ഒന്നിൻ്റെ സാന്നിധ്യമുണ്ടാണ്. അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഈ പ്രകൃതി വസ്തുക്കളെയെല്ലാം അനാത്മാവ് എന്ന് പറയുന്നു. ഇത് രണ്ടും അറിയുമ്പോഴാണ് നമുക്ക് കൃതാർത്ഥതയുണ്ടാവുക. എന്നിട്ട് ഇതറിഞ്ഞ ശേഷം നാം ഈ ഞാനെന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രകൃതി വസ്തുക്കളോട് ഒട്ടി നിൽക്കുന്ന ഞാൻ, ഒരിക്കലും നശിക്കാത്ത, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന അതിനോടാണ് ഒട്ടി നിൽക്കേണ്ടത്. അതാണ് നാം അറിയേണ്ടത്. എന്താ? ആത്മാവെന്തനാത്മാവെന്നറിയാദഹർനിശം ആത്മസമ്മൂഢതയാൽ ആത്മഹന്താക്കൾ നമ്മളൊക്കെ ആത്മഹന്താക്കളാണ്, ആത്മാവിനെ കൊല്ലുന്നവരാണ്. എന്താ ആത്മാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ? ആത്മഹത്യ എന്ന് കേട്ടിട്ടില്ലേ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൊല്ലാൻ ആരാലും സാധിക്കുകയില്ല. ആത്മാവിനെ അറിയാതിരിക്കലാണ് ആത്മഹത്യ. ദേഹഹത്യയെ നമുക്ക് ചെയ്യാൻ പറ്റും. ദേഹഹത്യയാണ് ഇന്ന് നമ്മൾ പറയുന്ന ആത്മഹത്യ. എന്നാൽ ആത്മഹത്യ ദേഹഹത്യ അല്ല. ആത്മാവിനെ അറിയാതെ ജീവിക്കുന്നത് ആത്മഹത്യക്ക് സമാനമാണ്. അതിനാൽ ഇന്ന് ജീവിക്കുന്ന ഓരോരുത്തരും ആത്മഹന്താക്കളാണ്. ആത്മാവിനെ അറിയാത്തവരെല്ലാം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ ആത്മഹത്യക്ക് വിധേയരാകാതെ ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആത്മാവിനെ അറിയാനാണ് നാം ശ്രമിക്കേണ്ടത്. ആത്മാവെന്നത് സത്തായിരിക്കുന്നത്, ആ ആത്മാവിൻ്റെ പരിണാമത്തിൽ ഉണ്ടാക്കപ്പെട്ടവയാണ് ഈ പ്രകൃതി വസ്തുക്കൾ എല്ലാം തന്നെ. ഇവയ്ക്ക് അനാത്മാവ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ ആത്മാവെന്തനാത്മാവെന്നറിയാദഹർനിശം. അഹർനിശം എന്ന് പറഞ്ഞാൽ രാവും പകലും. ആത്മാവെന്താണ്, അനാത്മാവാണ് എന്താണ് എന്നറിയാതെ രാവും പകലും ജീവിക്കുന്നു ഓരോരുത്തരും. ആത്മാവെന്തനാത്മാവെന്നറിയാദഹർനിശം ആത്മസമ്മൂഢതയാൽ. ആത്മസമ്മൂഢത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയാതെ മൂഢന്മാരായിക്കൊണ്ട് ആത്മഹന്താക്കൾ നമ്മൾ. ആത്മാവിനെ ഹനിക്കുന്നവരാണ് നമ്മൾ. ആത്മാവിനെ അറിയാതെ ജീവിക്കലാണ് ആത്മഹന്താക്കൾ. അത് തന്നെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മാവിനെ കൊല്ലാൻ ഒരാളാലും സാധ്യമല്ല.
നമ്മൾ ദേഹത്തെയാണ് നശിപ്പിക്കുന്നത്. ദേഹഹത്യ ആർക്കും സാധിക്കുന്നതാണ്. ദേഹഹത്യ അല്ല നാം ചെയ്യേണ്ടത്. ഏറ്റവും വലിയ പാപമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയാതെയുള്ള ജീവിതം ഏറ്റവും പാപം തന്നെയാണ്. അതിനാൽ ആത്മാവിനെ അറിയൂ, അനാത്മാവെന്തെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് അനാത്മാവിനെ ആത്മാവെന്നുള്ള തെറ്റിദ്ധാരണ തിരുത്തി നാം ആശ്രയിക്കേണ്ടത് ആത്മാവിനെയാണ്. അനശ്വരമായ ആത്മാവിനെ ആശ്രയിച്ചാൽ അനശ്വരമായ അനുഭൂതി തലത്തിലേക്ക് നമുക്കുയരാൻ സാധിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥത ഉണ്ടാവുകയുള്ളൂ. കൃതാർത്ഥത ഇല്ലാതെ ഇവിടെ നിരാശരായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ആത്മാവെന്തെന്നും അനാത്മാവെന്തെന്നും തിരിച്ചറിഞ്ഞ് സത്തേതാണ് അസത്തേതാണ്, ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഓതവും പ്രോതവും പോലെയാണ്. രണ്ടും തമ്മിൽ ചേർന്നാൽ മാത്രമേ ഇവിടെ ജീവിതമുള്ളൂ. ആത്മാവും അനാത്മാവും തമ്മിൽ, അതായത് അനാത്മാവായിരിക്കുന്ന ഈ ദൃശ്യപദാർത്ഥങ്ങളിൽ ആത്മസാന്നിധ്യം ഇല്ലെങ്കിൽ ഇതൊക്കെ നിലനിൽക്കില്ല. എന്നാൽ ആത്മാവിനാവട്ടെ ഈ അനാത്മ വസ്തുക്കളുടെ ഒന്നും സാന്നിധ്യം ആവശ്യമില്ല. ഇതില്ലെങ്കിലും അത് നിലനിൽക്കും. എന്നാൽ അതില്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല. ഇവ നിലനിൽക്കണമെങ്കിൽ ഇതിന് ആത്മസാന്നിധ്യം, ആ ചൈതന്യം, ആ സത്ത് ഇതിൽ നിന്നാൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. അതിനാൽ നാം നിരന്തരം ആത്മവിചാരത്തോടു കൂടി ആത്മാവിനെ അറിയാനുള്ള ജീവിതമായിരിക്കണം ചെയ്യേണ്ടത്. ആത്മാവെന്തനാത്മാവെന്നറിയാതഹർനിശം ആത്മസമ്മൂഢതയാൽ ആത്മഹന്താക്കൾ നമ്മൾ.